കുഞ്ഞു കൂട്ടുകാരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്ക് എനർജി ഉണ്ടല്ലോ, കുട്ടികൾക്ക് എനർജി ഉണ്ടാവുള്ളൂ. കേക്കട്ടെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ആ കുഞ്ഞു കൂട്ടുകാരെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്ന ഇവിടുത്തെ ടീച്ചേഴ്സ് കണ്ടോ, ടീച്ചേഴ്സിന് എനർജി ഉണ്ട്. നിങ്ങൾ എല്ലാവരെയും വന്ന് നേരിട്ട് കണ്ട് ഇന്ന് ഈ സന്തോഷം ആദ്യമായിട്ട് സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ ഈ സന്തോഷം, ഈ വിജയം ഏറ്റവും ആദ്യമായി ആഘോഷിക്കുന്നത് നിങ്ങളുടെ കൂടെയാണ്. കാര്യം ഈ വെക്കേഷൻ സീസണിൽ ഞങ്ങളെ കാണാൻ ഈ വൈകുന്നേരം ഈ 7 മണി സമയത്ത് ഇവിടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ സ്കൂളിന്റെ അടുത്തുള്ള ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ടല്ലേ. കണ്ടോ, എനിക്കറിയാം അങ്ങനെ ഒരു കയ്യടിയും കൂടെ പെൻഡിങ്ങിലായിരുന്നു. അപ്പൊ നിങ്ങളെ നേരിട്ട് കണ്ട് ഈ സർക്കിട്ടിന്റെ ഇന്ന് തുടങ്ങിയ വിജയാഘോഷം ഇവിടെ നിന്ന് ആരംഭിച്ച നിങ്ങളിൽ നിന്ന് എനർജി എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഇനി പബ്ലിസിറ്റിക്ക് ഇറങ്ങാൻ പോകുന്നത്. നേരെ തിയേറ്ററിലെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു വണ്ടി എടുത്ത് ജ്യോതി സ്കൂളിലേക്ക് വരുന്നത്. വരുന്ന വഴിയിലാണ് ഈ സിനിമയുടെ പോസിറ്റീവ് റിവ്യൂസും അപ്ഡേറ്റ്സും എല്ലാം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളാണ് ഏറ്റവും സന്തോഷത്തിൽ ഇവിടെ ഉള്ളത്. എന്തായാലും ഇവിടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഓക്കെ, ഇനി എന്താണ് അറിയാനുള്ളത്? താങ്ക് യു. ഞാൻ പ്ലസ് 2 വിദ്യാർത്ഥിയാണ്. സാർ, എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സാർ ഏതെങ്കിലും ഒരു കഥയോ അല്ലെങ്കിൽ കഥാപാത്രമോ സാറിന്റെ ഉറക്കം കെടുത്തിയായി തോന്നിയിട്ടുണ്ടോ? ഉറക്കം കെടുത്തിയതായിട്ടുണ്ടോ തോന്നിയാൽ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് ആണ്. ഉയരെ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ. അതിൽ ഗോവിന്ദ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. ഗോവിന്ദ് കുറച്ച് ഡിസ്റ്റർബിങ് ആയിരുന്നു. അത് ആ സമയത്ത് നമ്മൾ അറിയാവുന്ന, നമ്മുടെ ചുറ്റും നടന്നിട്ടുള്ള, നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് റിയൽ ന്യൂസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും ക്യാരക്ടറും ആയിരുന്നു ഗോവിന്ദ്. കണ്ടിട്ടുണ്ടോ ഉയരെ? അല്ലേ, അപ്പൊ മനസ്സിലാവില്ലേ? ഗോവിന്ദ് വാസ് വെരി ഡിസ്റ്റർബിങ്. സിനിമയും ആക്ടിങ്ങും പാഷനായിട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സിനിമയും ആക്ടിങ്ങും പാഷനായി കരുതുന്ന കുറെ കുട്ടികൾ ഈ തലമുറയിലുണ്ട്. അവരോട് സാറിനും സർക്കിട്ട് ടീമിലെ എല്ലാ മെമ്പേഴ്സിനും എന്തായിരിക്കും പറയാനുള്ളത്? ബിലീവ് ഇൻ യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുക. അത് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരും നിങ്ങൾ അറിയാവുന്നവരും ഒക്കെ നിങ്ങളെ കളിയാക്കിയേക്കുമായിരിക്കും. ചിലപ്പോൾ നിങ്ങളോട് അതിൽ നിന്ന് പിന്തിരിയാൻ പറഞ്ഞേക്കാം. പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ ഒരു ആഗ്രഹം, അങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് സാധ്യമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. സോ യു ഹാവ് ടു ബിലീവ് ഫസ്റ്റ്.